ഹലോ, ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ജനുവരി 13-ാം തീയതി കേരള ബോക്സ് ഓഫീസിലെ പ്രകടനം നമുക്കൊന്ന് വിലയിരുത്താം. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോൾ ആകെ ഒരു സിനിമ മാത്രമാണ് ഏറ്റവും മികച്ചതായി പ്രകടനം നടത്തുന്നത്. ബാക്കിയുള്ള സിനിമകളെല്ലാം തന്നെ ഏറെക്കുറെ അവസാനിക്കുന്ന ഘട്ടത്തിലാണ്. നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അവിടെ കളങ്കാവൽ എന്ന ചിത്രവും ഹാൽ, സർവമായ, ബബ്ബബ്ബ ഇത്തരം ചിത്രങ്ങളുടെ കഥയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സർവമായ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സർവമായ ഇന്ന് 20-ാം ദിനമാണ്. ഇന്ന് സിനിമയ്ക്ക് ഇതുവരെ 35 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 1,16,000 രൂപയോളമാണ് മോർണിംഗിൽ തന്നെ സിനിമയ്ക്ക് പ്രീ സെയിലിലൂടെ വന്നിരിക്കുന്നത്. ഇന്നലെ സിനിമ തിങ്കളാഴ്ച നേടിയത് 56,600ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി 1,125 ഷോകളിൽ നിന്നായിട്ട്. 92 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇന്നലെ കളക്ഷനായി വന്നത്. അതായത് ഏകദേശം 1,15 ലക്ഷം രൂപ, 1,20 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് ഇന്നലെ വന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടുള്ള ഇടിവ് തന്നെയാണ്. ഞായറാഴ്ച മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള തിങ്കളാഴ്ച ഇടിവുണ്ടാവും. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ കൂടുമെന്നുള്ളത് നമുക്കറിയാം. സർവമായയുടെ 18 ദിവസത്തെ കളക്ഷൻ വേൾഡ് വൈഡ് വരുമ്പോൾ കേരളത്തിൽ നിന്ന് 65,82 ലക്ഷം രൂപയും വേൾഡ് വൈഡായിട്ട് 130,90 ലക്ഷം രൂപയുമാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 18 ദിനം കൊണ്ട് 38 ലക്ഷം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത്. അതിൽ തന്നെ ഏകദേശം 810 മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് 20 ദിനങ്ങളേക്ക് എത്തുമ്പോൾ സിനിമയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഏകദേശം 70 കോടിക്ക് അടുത്തേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് 18-ാം ദിനം നമുക്ക് കാണാൻ കഴിഞ്ഞ അത്രയും ദിവസം കഴിഞ്ഞാൽ 19-ാം ദിനം 1 കോടിക്ക് മുകളിലുണ്ട് എന്നുള്ളതും വേൾഡ് വൈഡായിട്ട് ആ ഒരു റേഞ്ചിലേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. ബബ്ബബ്ബ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. 26-ാം ദിനമാണ് സിനിമയുടെ. ഇന്ന് ഒരു ഷോയാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 3,000 രൂപയോളമാണ് സിനിമയുടെ മോർണിംഗിൽ പ്രീ സെയിലിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത് 11,000-ന് മുകളിലുള്ള എമൗണ്ട് മാത്രമായിരുന്നു ട്രാക്കിങ്ങിലൂടെ വന്നിരുന്നത്. തിങ്കളാഴ്ചയും സമാനമായ രീതിയിൽ തന്നെയാണ് സിനിമയ്ക്ക് വന്നിരുന്നത്. ഏകദേശം 7 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചത് 6,500 രൂപ മാത്രമായിരുന്നു. അതായത് 15,000 രൂപ, 20,000 രൂപയോളമാണ് സിനിമയുടെ ആകെ കളക്ഷൻ വന്നത്. സിനിമ 50 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ഫൈനൽ റണ്ണിലേക്ക് എത്തിയ ഈ ഒരു ചിത്രം പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഒരു പരാജയത്തിലേക്ക് തന്നെയാണ് കൂപ്പുകുത്തുന്നതെന്ന് തന്നെ പറയാം. മോഹൻലാലിൻ്റെ പ്രസൻസ് ഉണ്ടായിട്ടും സിനിമയെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മമ്മൂട്ടിയുടെ കളങ്കാവൽ ഇതാ ഫൈനൽ റണ്ണിലേക്ക് ഈ സിനിമയും എത്തുകയാണ്. ഇപ്പോൾ 40-ാം ദിനമാണ് സിനിമ കടന്നിരിക്കുന്നത്. ഈ 40-ാം ദിനം കടക്കുന്ന ഈ ഒരു ചിത്രം ഇന്നലെ നമുക്ക് നോക്കുകയാണെങ്കിൽ 25 ഷോകളിൽ നിന്ന് സിനിമ നേടിയത് ഏകദേശം 1 ലക്ഷം രൂപയോളമാണ് കളക്ഷനായി വന്നത്. അതായത് 1.5-2 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ സിനിമയ്ക്ക് ഇന്നലെ വന്നു. സ്ഥിരമായിട്ട് സിനിമയ്ക്ക് ആ റേഞ്ചിലേക്ക് കളക്ഷൻ പിടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മികച്ചതായിട്ട് പറയാനുള്ള കാര്യം. ഇന്ന് 40-ാം ദിനത്തിലും 25ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ സിനിമയ്ക്ക് 31,000 രൂപയോളം ഇതുവരെ പ്രീ സെയിലിലൂടെ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഇന്നും സിനിമ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കളക്ഷൻ എത്തുമെന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 38 കോടി കടന്നിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് യാതൊരു സ്ഥിരീകരണങ്ങളും വന്നിട്ടില്ല. കഴിഞ്ഞ ഏകദേശം 20 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 18 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും സിനിമ 38 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. GCCയിലും സിനിമയ്ക്ക് ലിമിറ്റഡ് ഷോസ് ആണെങ്കിലും നല്ല ലെവലിലുള്ള ഷോസ് ഉണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം കളക്ഷനും വരുന്നുണ്ട്. സിനിമ 85 കോടിയിലേക്ക് ടച്ച് ചെയ്യും എന്നുള്ളത് ഉറപ്പാവുകയാണ്. ഹാൽ എന്ന ചിത്രം സൈലൻറ്റ് ഹിറ്റടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഹാലും ഏകദേശം 20-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 19-ാം ദിനത്തിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 69 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 1,32,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ. അതായത് ഏറെക്കുറെ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. കഴിഞ്ഞ എല്ലാ ദിനങ്ങളിലും സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ ഒരു 20-ാം ദിനവും നമുക്ക് പ്രീ സെയിലിലൂടെ ഏകദേശം 4,000 രൂപയോളമാണ് 4 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഫൈനൽ ഇന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്ക് സിനിമ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1.5 കോടി കടന്ന സിനിമ 2 കോടിയോളമാണ് വേൾഡ് വൈഡ് മുഖാന്തരം വന്നിരിക്കുന്നത്. എന്തായാലും മികച്ച ഒരു വിജയം തന്നെയാണ് ഈ ഒരു സിനിമയും നേടിയിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ്. കൂടുതൽ സിനിമയുടെ വിവരങ്ങൾ അറിയാനും ഒക്കെയുള്ളവർ കമൻസിലൂടെ ഒന്ന് പറയാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.